ആദ്യം തന്നെ പറയുകയാണ് ഗോകുലം കേരള എഫ് സി നിങ്ങളുടെ ഫേവറേറ്റ് ക്ലബ്ബാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തായാലും നല്ലൊരു തുടക്കമാണ് കേരള ഫുട്ബോൾ രണ്ട് ടീമുകൾക്കും 2025 ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് 1 ഗോളിനാണ് കഷ്ടിച്ച് വിജയിച്ചെങ്കിൽ ഗോകുലം കേരള എഫ് സി 5-0 അവരുടെ ആദ്യത്തെ 2025 ആദ്യത്തെ മാച്ച് വിജയിക്കും. ഇതോടുകൂടി പോയിൻ്റ് പട്ടികയിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. 7ാം സ്ഥാനത്ത് നിന്നും ഗോകുലം കേരള എഫ് സി. എന്തായാലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. 1ാം സ്ഥാനത്തേക്കുന്ന ടീം ഏതാണ്ട് 13 പോയിൻ്റാണുള്ളത്. സോ ഗോകുലം കേരളയ്ക്ക് ഇപ്പോൾ ഒരു 10 പോയിൻ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. സോ എന്തായാലും നല്ല രീതിയിൽ കുറച്ചുകൂടെ മികച്ച രീതിയിൽ കളിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷം നമുക്ക് പ്രൊമോട്ട് ചെയ്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പോകാൻ പറ്റും. എന്തായാലും ഈ ഒരു മാച്ചിലെ ചില വ്യക്തികളുടെ പെർഫോമൻസ് ഒക്കെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ആഡം നാനിയാനെ കുറിച്ച് നോക്കാം. എന്തായാലും ആഡം നാനിയാനിക്ക് ഈ ഒരു കളി 2 ഗോൾ അടിക്കാൻ സാധിച്ചു. എന്തായാലും 2 അല്ല, അതിൽ കൂടുതൽ ഗോളുകൾ അദ്ദേഹത്തിന് ഈ ഒരു മാച്ചിൽ അടിക്കായിരുന്നു. സ്റ്റിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ആഡം നാനിയാനെ എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിൻ്റെ പെർഫോമൻസ്. കാരണം അദ്ദേഹത്തിന് നല്ല രീതിയിൽ എന്താ പറയുക ഒപ്പോണൻ പ്ലേയേഴ്സിന് പാസ് ചെയ്യണം, സ്വന്തമുള്ള പ്ലേയേഴ്സിന് നല്ല രീതിയിൽ ക്രോസ് കൊടുത്ത് അവരെ കൊണ്ടും ഗോൾ അടിക്കാൻ പറ്റുന്ന പല അവസരങ്ങളും ആഡം നാനിയാനിക്ക് കിട്ടിയിരുന്നു. ബട്ട് അതൊന്നും അദ്ദേഹം മുതലേ ഇപ്പോൾ പെനാൽറ്റിൻ്റെ നിങ്ങൾ നോക്കിയാൽ മതി. ആ ഒരു പെനാൽറ്റി ഫസ്റ്റ് മിസ്സായിരുന്നു, സെക്കൻഡ് എങ്ങനെയോ അത് ഗോളടിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നെ രണ്ടാമത്തെ ഗോളും അത് ഗോൾ കയറില്ലെന്നാണ് വിചാരിച്ചത്, അതും അദ്ദേഹം എങ്ങനെയോ അകത്താക്കി. സോ സ്റ്റിൽ ഞാൻ ആഡം നാനിയാനെ എന്ന് പറയുന്ന പ്ലെയറിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബട്ട് അതായത് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ നല്ലോണം ഉപയോഗിച്ചു സിനിസ എന്ന് പറയുന്നൊരു പ്ലെയറിനെ, ഒരു സെർബിയൻ പ്ലെയറിനെ നമ്മുടെ മോണ്ടനീഗ്രോ പ്ലെയറിനെ നമ്മുടെ ഗോകുലം കേരള എഫ് സി കൊണ്ടുവന്നിട്ട്. സോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല രീതിയിൽ പ്രഷർ ചെയ്ത് നല്ല രീതിയിൽ പാസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ടീം മാനെ പോലെ കളിക്കുന്നൊരു പ്ലെയറാണ് സിനീസ. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഒരു ഗോൾ അടിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു ആദ്യത്തെ മാച്ചിൽ തന്നെ. അതെന്തായാലും ഒരു നല്ല ഒരു സിഗ്നൽ തന്നെയാണ്. പിന്നെ സെർജിയോ ലാമസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാപ്റ്റൻ റോൾ വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തു. ഡിഫൻസീവ്ലി ആണെങ്കിലും അറ്റാക്കിലാണെങ്കിലും വളരെ മികച്ച പ്രകടനം. അതായത് അതിന് ഗോൾ അടിക്കാൻ പറ്റിയ അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പാസ് കൊടുക്കുകയും അസിസ്റ്റ് കൊടുക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കുകയും ചെയ്തു. ആ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ കറക്റ്റ് ചെയ്യേണ്ടത്. അതായത് അവിടെ ഒരിക്കലും അദ്ദേഹം എന്താ പറയുക ഒരു സെൽഫിഷായിട്ട് നമ്മൾ കണ്ടതേ ഇല്ല. വളരെ മികച്ചൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് സെർജിയോ ലാമസിൻ്റെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് സെക്കൻഡ് ഹാഫ് ഇറങ്ങിയ അബലയുടെയാണ്. കുറച്ച് നല്ല റൺസ്, അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ ഗോൾ, ആ ഒരു ആംഗിൾ ഗോൾ അടിക്കാൻ പാടായിരുന്നു. സോ അങ്ങനെ അദ്ദേഹം ഒരു ഗോൾ അടിച്ചു. എന്തായാലും ഈ ഒരു കളിയിൽ എന്നെ ഞെട്ടിച്ചത് രാഹുൽ രാജുവാണ്. രാഹുൽ രാജുവിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ വിങ്ങറൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഗോകുലം കേരള എഫ് സി ടീമിൽ വന്നിടം തൊട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഈ ഒരു കളിയിലൊരു മാറ്റം വരുത്തിയാണ് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തെ ഒരു ലെഫ്റ്റ് വിങ്ങർ റോളിൽ കളിപ്പിച്ചു. ആ ഒരു വിങ് സൈഡിൽ വേറെ ലെവൽ പെർഫോമൻസ് രാഹുൽ രാജു എന്ന് പറയാം. ക്രൂഷ്യലായിട്ടുള്ള കുറേ ക്രോസുകൾ, അദ്ദേഹത്തിൻ്റെ ഒരു ഗോളും അദ്ദേഹം ഇന്ന് അടിച്ചു. സോ വളരെ മികച്ച, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പുള്ളി ഒരു ബംഗളൂരു എഫ് സിയുടെ യൂത്ത് ടീമിലേക്ക് കളിക്കുന്ന സമയത്ത് അവരുടെ ഒരു സെൻറ്റർ ഫോർവേഡായിട്ട് കളിച്ചുകൊണ്ടിരുന്ന നല്ല രീതിയിൽ ഗോൾ അടിക്കുന്ന ഒരു താരമായിരുന്നു. സോ ആ ഒരു താരത്തെ പിടിച്ച് ഡിഫൻസീവ്ലിയൊക്കെ കളിപ്പിച്ചു. അതാണ് വലിയ പ്രശ്നമായെന്ന് പറയാം. എന്നിട്ട് രാഹുൽ രാജു ഉറപ്പായിട്ടും ആ ഒരു ലെഫ്റ്റ് വിങ് അല്ലെങ്കിൽ ഒരു ഫിനിഷർ റോളിലൊക്കെ കളിക്കേണ്ട ഒരു താരമാണ്. എന്തായാലും അദ്ദേഹത്തെ അവിടെ തന്നെ കളിപ്പിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. പിന്നെ സൗരവ് മണ്ഡൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അത്യാവശ്യം ഒരു എന്താ പറയുക പുതിയ ടീമിൽ ആദ്യമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിൻ്റെ ആ ഒരു പെർഫോമൻസ്, ആ ഒരു ബെസ്റ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് തന്നെ സൗരവ് തന്നിട്ടുണ്ട്. എന്തായാലും ഒരുപാട് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. 5 ഗോളിൽ ജയിച്ചെന്ന് പറഞ്ഞാലും അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ ഒരു ഓൾ ഔട്ട് കളിക്കാൻ പോയി. അങ്ങനെ അവരുടെ ഡിഫൻസ് എല്ലാം ഒരു വല്ലാത്തൊരു വൾഗർ പോലെ കിടന്നു. സോ അതുകൊണ്ടാണ് ഗോകുലം കേരള എഫ് സിക്ക് എന്താ പറയുക ഗോൾ അടിക്കാൻ സാധിച്ചത് എന്ന് തന്നെ പറയണം. എന്തായാലും അടുത്ത കളി ഡംബോസിയാണ്. ഇതിലും ടഫായിട്ടുള്ളൊരു മാച്ചാണ്. നമുക്കറിയാം അവർ ഭയങ്കര മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ആ ഒരു മാച്ചിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്ന് കണ്ടതിന് ടഫാണ്. ഒരു സമനിലയെങ്കിലും നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു കാര്യം എന്ന് തന്നെ പറയണം. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊന്നും ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക. അടുത്തിൽ കാണുന്നവരെ ഗുഡ് ബൈ.